അതെന്തൊരു വകുപ്പ്? അതില് NSന്റെ അകത്ത് ഡൂക്സ് ആണല്ലോ. ടയറൊക്കെ അപ്പ് സൈസാണ്, അറൗണ്ട് 180 സൈസ് ടയർ. ഹലോ ഗൈസ്, അപ്പോൾ എല്ലാ മച്ചാന്മാർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. മച്ചാന്മാരെല്ലാവർക്കും സുഖമല്ലേ? മച്ചാന്മാർ കുറേ നാൾക്ക് ശേഷം വീണ്ടും ഒരു വീഡിയോ, ഏതാണ്ട് ഒരു 65-66 ദിവസമൊക്കെ ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മളെ യൂട്യൂബ് ചാനലിൽ വീഡിയോ ഇട്ടിട്ട്. അപ്പോൾ ഇന്നെന്തായാലും ഇന്നൊരു വീഡിയോ ആയിട്ട് വന്നേക്കാം. അപ്പോൾ നിങ്ങൾ തമ്മിലിനി കണ്ടല്ലോ തന്നെ നമ്മൾ ഇന്ന് ഷോപ്പിനെ പറ്റി, അതുപോലെ തന്നെ നമ്മൾ ഷോപ്പിൽ നടന്ന സംഭവങ്ങളൊക്കെ പറ്റിയാണ്. നിങ്ങൾ തമ്മിലിനി കണ്ടല്ലോ തന്നെയാണ്. അപ്പോൾ ഗൈസ് കുറേ ദിവസം ഇപ്പം നമ്മളിപ്പോൾ ഷോപ്പ് തുടങ്ങിയിട്ട്, ഷോപ്പ് തുടങ്ങിയിട്ട് എത്ര നാളായി ഗൈസ്? അപ്പോൾ ഷോപ്പ് ഉദ്ഘാടനം ചെയ്ത് നമ്മൾ ഉമ്മയായിരുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ എന്തായാലും അങ്ങനത്തെ എക്സ്പീരിയൻസ് അന്നത്തെ ആദ്യമായിട്ടല്ലേ ഒരു ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത്? നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എൻ്റെ മോൻ്റെ എല്ലാ കാര്യത്തിലും ഇതുവരെ ഞാൻ തന്നെ എല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഗൈസ് അങ്ങനെ ഉമ്മയായിരുന്നു ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ ഞാൻ അധികം ആരെയും അങ്ങനെ അപ്ലോഡ് ചെയ്തിട്ടില്ല. ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്തിട്ടില്ല, യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യില്ല, അങ്ങനെ ഒന്നിലും അപ്ലോഡ് ചെയ്യാതെ കുറേ നാളായാലേ. അങ്ങനെ എല്ലാം കൂടെ മോന് പറ്റാത്തതുകൊണ്ടാണ്. എന്തായാലും അപ്പോൾ ഇന്ന് നമ്മളെ ഈ ഒരു വീഡിയോയിൽ നമ്മളോട് ഒരു ഗസ്റ്റും കൂടെ വരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് നമ്മൾ ഇന്ന് ഈ ഒരു വീഡിയോ അങ്ങ് അപ്ലോഡ് ചെയ്യാമെന്ന് വെച്ച്. അപ്പോൾ ഇന്ന് നമ്മൾ അങ്ങനെ ഷോപ്പിൽ നമ്മൾ ഉദ്ഘാടനമൊക്കെ ചെയ്ത് നമ്മൾ അത്യാവശ്യം സിംഗിൾ ഒരു ചെറിയ ഷോപ്പിൽ നിന്ന് നമ്മൾ 2 ഷോപ്പായിട്ട് സ്പ്ലിറ്റ് ചെയ്ത്, അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഷോപ്പിലോട്ട് പോയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ എങ്ങനെ പോട്ടോ, ഷോപ്പിലോട്ട് പോട്ടോ? ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഞാൻ ഇറങ്ങാൻ പോകും. എല്ലാവരും സപ്പോർട്ടുകൾ സപ്പോർട്ട് കുറെ നാളെ നമ്മൾ സപ്പോർട്ടും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചാനൽ ഷോ ആയിട്ടിരുന്നു. വീഡിയോ തുടർന്നും വരാൻ വേണ്ടി നമ്മൾ മാക്സിമം ശ്രമിക്കുന്നുണ്ട്. നിങ്ങളെല്ലാരെയും സപ്പോർട്ട് ഇനിയും വേണം. അപ്പൊ എന്തായാലും നിങ്ങളെ സപ്പോർട്ട് കൊണ്ടാണ് എൻ്റെ മോൻ ഇതുവരെ എത്തിയത്. ഇപ്പൊ തന്നെ പോയി എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നേരെ വിട്ടേക്കാം ഗൈസ്. അപ്പോൾ അങ്ങനെ രാവിലെ ഷോപ്പിലോട്ട് പോകാൻ നേരത്ത് നമ്മളെ ഷോപ്പിൽ ചെയ്തിട്ടുള്ള ഒരു വർക്ക് നിങ്ങൾക്ക് പരിചയപ്പെടുത്തണമെന്ന് വെച്ചാൽ, അപ്പോൾ ഇതാണ് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഷോപ്പിൽ വർക്ക് ചെയ്തിട്ടുള്ള ഡുവൽ ഡിസ്ക് ആണ് വരുന്നത്. ഡുവൽ ഡിസ്ക് വർക്കിംഗ് നമ്മൾ ആക്കിയില്ല. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ വർക്കിംഗ് ആക്കി അപ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് പ്രോഗ്രാമൊക്കെ വരുന്നുണ്ട് ഇതിൻ്റെ ബാക്ക്. അപ്പോൾ അതെന്തായാലും അത് നമ്മൾ ചെയ്തിട്ടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ഈ ഒരു വണ്ടിക്ക് അത് ചെയ്തിട്ടുള്ള ഈ ഒരു കാണുന്ന ലുക്കാണ് കേട്ടോ. നമ്മളിൽ പെയിൻറ്റിങ് വർക്ക്സും കാര്യങ്ങളും ചെയ്തിട്ടില്ല. USD ഫോർക്കും അതുപോലെ ഡുവൽ ഡിസ്ക് കാര്യങ്ങൾ, ഡൊമിനാൻ്റെ ഹെഡ്ലൈറ്റ്, ഡൊമിനാൻ്റെ വൈസർ, ബ്രംബോയുടെ ക്യാൻ ഡെമോ കൊടുത്തിട്ടുണ്ട്. പിന്നെ ബാക്കിൽ ഡിസ്കവറിൻ്റെ ഗ്രാബ് റെയിൽ, ബാക്കിലൊരു പ്രോ ഡിസ്ക് കൊടുത്തിട്ടുണ്ട്. അപ്സൈസ് ടയർ കൊടുത്ത് 46ൻ്റെ ടൈൽ ടൈഡിങ് കാര്യങ്ങളൊക്കെ കൊടുത്ത് വണ്ടി വേറെ ലെവലാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ ഓൾറെഡി ഡൊമിനാറിൻ്റെ അണ്ടർബെല്ലിങ് ഈ ഒരു പെയിൻറ്റ് ജോബൊക്കെ ഇതിലുണ്ടായിരുന്നു, കസ്റ്റമർ കൊണ്ട് തന്നെ തന്നെയാണ്. പിന്നെ നമ്മളിതിലിപ്പോൾ UG വെർഷൻ്റെ USD ഫോർക്ക്, ഡൊമിനാർ 400 USD ഫോർക്കിൽ നമ്മൾ ഇതിൻ്റെ അകത്ത് ഡുവൽ ഡിസ്ക് സെറ്റപ്പാണ് കൊടുത്തിട്ടുള്ളത്. കാരണം ഇപ്പുറത്ത് നമ്മൾ ഒരു സെറ്റപ്പ് ഒരു കാലിബറിൻ്റെ സെക്ഷൻ ചെയ്ത് പിടിപ്പിച്ചിട്ടുണ്ട്, അതായത് ബിൽഡിങ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുന്നത്. 320 mm ഡൊമിനാറിൻ്റെ BS3 ഡിസ്പ്ലേയാണ് യൂസ് ചെയ്തിട്ടുള്ള. ഫ്രണ്ടിൽ നമ്പർ പ്ലേറ്റും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുള്ളത് നമ്മൾ ഈ ഒരു 250 മൽഗാൻ്റെ മേലിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇത്രയും വർക്കാണ് നമ്മൾ ഈ ഒരു വണ്ടിക്കാർ ചെയ്തിട്ടുള്ളത്. ജസ്റ്റ് ഞാൻ സൗണ്ട് വെപ്പിച്ചിട്ടാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത R1M സൗണ്ട് എക്സോസ്റ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നൈസ് സൗണ്ടാണ്. അപ്പോൾ ഇതുപോലുള്ള വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്, ജസ്റ്റ് കോൺടാക്ട് ചെയ്യാം. അപ്പം എന്നാ മാമ ഐശ്വര്യമായിട്ട് തുടങ്ങാം. കത്തിരി ഇതേ ഉള്ളൂ, കത്തിരി വാങ്ങാൻ വിട്ടുപോയി. അപ്പം സെറ്റ് ചെയ്യാല്ലേ ഇപ്പോൾ മാമ ഗൈസ്? അപ്പം നമ്മൾ ഉൾക്കാടിക്കാൻ പോയാണ് മാമ. അവിടെ നിൽക്കുന്നുണ്ടാക്കി വരി വെക്ക്, തന്നെ പോകത്തില്ല. വാപ്പാക്ക് കയറിക്കാൻ പോലില്ല. ഗായ്സ്, അപ്പം നമ്മള് നമ്മളെ വർക്ക്ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ പോയാണ്. കട്ടിയമ്മ ഷോപ്പിലോട്ട് എടുത്തുണ്ട്. സെറ്റല്ലേ? എങ്ങനെയുണ്ട്? നമ്മളെ പഴയ കടയിനെ കാട്ടി നല്ല രീതിയിലുള്ള സൗകര്യമുള്ളൊരു. അപ്പൊ നമ്മൾ കേക്ക് കട്ടിയാ. അപ്പൊ നമുക്ക് കേക്ക് കൂടെ ഉണ്ട്. അപ്പൊ കേക്ക് കൂടെ കട്ടി അടുത്ത കേക്ക് കട്ടിയാ. എല്ലാരും എങ്ങനെയുണ്ടാ കട? സൂപ്പറാണ്. അതെ, എങ്ങനെയുണ്ട്? പറഞ്ഞേ പവറേഷാണ്. അതത്രേ ഉള്ളൂ, പവർ. അതാണ് നമുക്ക് ഇനി ഫ്ലെക്സ് കൂടെ വയ്ക്കേണ്ട. എന്നും നമ്മൾ ഉദ്ഘാടനം ചെയ്തിട്ടുണ്ട്. അമ്മ എങ്ങനെ ലഡു അങ്ങനെ പവറല്ലേ?
ഇനി അടുത്ത കേക്ക് കട്ടിങ് ടൈം. അവന് കേക്ക് കട്ട് ചെയ്യണ്ടേ? കട പവറല്ലേ? തെറ്റാണ്. കട്ടി പിടിച്ചോ. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഷോപ്പ്. ഇതാണ് അങ്ങനെ പറയുന്നത്. മാളിയാ എങ്ങനെ ഉണ്ട്? കട എങ്ങനെ ഉണ്ട്? പഴയ കടേനെ പറ്റി നമുക്കൊരു ഗസ്റ്റ് വന്നിട്ടുണ്ട്. അപ്പൊ ഗൈസ് എന്താണ് പരിപാടി? നമ്മള് 280mm ഡിസ്ക് മാറ്റി 300 അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് വന്നത്. അതായത് ഏത് വണ്ടിയിൽ നിന്നല്ലേ? BS3 NS ചേട്ടാ. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് നമ്മള് വർക്ക് ചെയ്തിറക്കി. ഞാനല്ല, ബ്രോ ഇപ്പൊ മാറി, ഡൂക്ക് സനൽ മാറി, NS സനലായിട്ട് മാറാൻ പോയി. പേരൊക്കെ പഴയത് തന്നെ. അല്ല ഗൈസ്, NS സനൽ ഹാഷ്ടാഗ് താഴെ കമന്റ് ഇടേട്ടാ. അപ്പം NS സനൽ എന്നായിട്ടുണ്ട് ഡൂക്സ്. അതെന്തൊരു വകുപ്പ്? അതില് NSന്റെ അകത്ത് ഡൂക്ക് സനൽ എന്നാ? അത് ശരിയല്ല ഏട്ടാ. എല്ലാ ബജാജ് ഫാൻസും ഇപ്പൊ തന്നെ വന്ന് താഴെ ഹാഷ്ടാഗ് ചെയ്യണം. കാരണം ഇത് ശരിയല്ല. ഇത് നമുക്ക് അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഡൂക്ക് ഇടാൻ പറ്റില്ല. ബജാജ് എന്തെങ്കിലും ഇടണം, ബജാജ് സനൽ എന്തെങ്കിലും ഇടണം. അപ്പൊ എന്തായാലും കഴിച്ച് നമ്മൾ രാവിലെ നമ്മളെ വണ്ടി ഷോപ്പിൽ കൊണ്ടുവന്നായിരുന്നു. അപ്പൊ എന്തൊക്കെയാണ് നമ്മൾ ഇതിന്റെ അകത്ത് 300mm മാറ്റിട്ടുണ്ട്. അപ്പൊ അതിന് വേണ്ടിട്ട് ഇവിടെ ഒരു ക്ലാമ്പ് വരും. നമ്മളെ NSന് ABS വരുന്ന NS അല്ലെങ്കിൽ RSലൊക്കെ വരുന്ന ക്ലാമ്പ് ഉണ്ടെങ്കിൽ നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ നമ്മൾ എക്സ്റ്റെൻഡ് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെയോടൊപ്പം തന്നെ നമ്മൾ മൽഗാർഡ് 250 മൽഗാർഡിലൊരു പ്രശ്നം ഉണ്ടായിരുന്നു. അതായത് ഫ്രണ്ട് ടയറിൽ ഒരയുന്ന ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. അത് നമ്മൾ ചേഞ്ച് ചെയ്തു അല്ലേ? അതെ. അങ്ങനെ മൊത്തത്തിൽ ആ ഒരു ടയറിന്റെ സെക്ഷനിലുള്ള വർക്കിനായിട്ടാണ് വന്നത്. എന്തായാലും വണ്ടി ഞാൻ നേരിട്ട് കണ്ടപ്പോൾ വണ്ടി എനിക്ക് ഇഷ്ടപ്പെട്ടു. ആ ഒരു സ്റ്റോക്ക് കളറിൽ തന്നെ നമ്മൾ മൊത്തം ആ ഒരു റീബിൽഡ് അല്ലെങ്കിൽ റീസ്റ്റോറേഷൻ നല്ല രീതിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഫുൾ സ്റ്റോക്കുമാണ് വണ്ടി. ഇനി ഹാൻഡിലൊക്കെ ചേഞ്ച് ചെയ്യണ്ടേ? ഹാൻഡിൽ ഇപ്പൊ പ്ലാൻ ഇല്ല. RCയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. BS3 RCയുടെ വർക്ക് അതുകൊണ്ട് നിർത്തിയിട്ടേക്ക്. മൈക്ക് മാറിപ്പോണ്. ഞാൻ സംസാരിക്കുന്നിടത്തല്ല മൈക്ക് കൊടുക്കുന്നത്. അപ്പൊ എന്തായാലും ഗൈസ്, അപ്പൊ വേറെ എന്തിനാണ് പറയാനുള്ളത്? ഇനിയിപ്പോ നമ്മള് അജിംഷ കുറെ നാളെ യൂട്യൂബ് ചാനലൊക്കെ ഇറങ്ങിയിട്ട് ഒരുവിധപ്പെട്ട ആൾക്കാരെല്ലാം യൂട്യൂബിൽ നിന്ന് അടങ്ങിയിരിക്കുക. അപ്പം അജിംഷ ഇനി തൊട്ട് വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ ഇനിയും വീഡിയോ കണ്ടിന്യൂ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവിധ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് ഉണ്ടായിരിക്കേണ്ടതാണ് അല്ലേ? വേണം. അതോടൊപ്പം തന്നെ ഞാൻ ഈ വണ്ടി ഒന്ന് ഓടിച്ചൊരു റിവ്യൂ കൂടെ പാസ്സാക്കിയിട്ട് സനൽ ബ്രോയെ പറഞ്ഞു വിടുന്നുള്ളൂ. അപ്പോൾ അതിനുള്ള ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണം. തലവൻ NS അങ്ങനെയല്ല, എനിക്ക് അറിഞ്ഞൂടെ കഴിച്ച് ഞാൻ അങ്ങനെയൊന്നും അല്ല, ചെറിയ രീതിക്കുള്ള വർക്ക് ചെയ്യും. അപ്പോൾ എന്തായാലും വണ്ടി ഓടിച്ചിട്ട് വണ്ടിയിലൊരു എങ്ങനെ ഉണ്ട് ആ ഒരു എഞ്ചിൻ്റെ എന്നൊക്കെ നമുക്കിപ്പോൾ നോക്കാം. ഭയങ്കര മഴയാണല്ലേ? അതെ, ഇവിടെ കാലാവസ്ഥ ഭയങ്കര സീനാണ് കേരളത്തിൽ. നിങ്ങളെല്ലാവരും കാണുന്നതാണെന്നില്ല. അപ്പോൾ രാവിലെ തൊട്ട് മഴ പെയ്യണം, എന്നാലും കുഴപ്പമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചിടാം. അപ്പോൾ നമുക്ക് നേരെ റൈഡിങ്ങിലോട്ട് പോവാം. ഗൈസ്, അപ്പോൾ നമ്മളെ വണ്ടിയുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഞാൻ ഒരു റൈഡ് എടുക്കാൻ പോവാണ്. അപ്പം ഓടിച്ചു നോക്കിയിട്ടിടാം. ഒരു കുഴപ്പമില്ല, ഞാൻ നോക്കി പക്ക ഡിസ്ക് നമ്മൾ ബെൻഡുണ്ടോയെന്നൊക്കെ നോക്കി കേട്ടാ. അപ്പോൾ 300mm ആ ഒരു ബാക്കിംഗ് ബൈറ്റ് എങ്ങനെ ഉണ്ടെന്ന് കൂടെ നോക്കാം. അപ്പോൾ നമ്മളാ ഇല്ല, ബെൻഡില്ല, ഞാൻ ചെക്ക് ചെയ്തു. ഗൈസ്, പയ്യെ ഇറക്കാം. നമ്മളിവിടെ നിന്ന് ഇറക്കുന്നത് അഡ്വഞ്ചറാണ്. അപ്പോൾ ചാവി ഓണാക്കി ആ ഒരു എൻജിൻ സ്കിൽ സ്വിച്ച് ഓണാക്കുമ്പോഴാണ് നമ്മൾ ആ ഒരു മീറ്റർ വരുന്നത്. അത് പഴയ മോഡലിൻ്റെ കേട്ടോ. അതായത് ആ ഒരു ടാക്കോ മീറ്റർ ഇങ്ങനെ കയറി പോകുന്ന ആ ഒരു ഫീല് വേറെ ലെവലാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് ഓടിച്ചു നോക്കാം. ആഹാ, അന്തസ് ചേട്ടാ, ഒരു രക്ഷയില്ല. ആ ഒരു നമ്മളാ ഒരു ഫീലുണ്ടല്ലോ, ആ ഒരു BS3 ഓടി ആ പവറാണ്. പവറിനെ കാട്ടി എനിക്കൊരു വണ്ടിയെ ഇഷ്ടമെന്ന് പറഞ്ഞാൽ ആ ഒരു സ്മൂത്ത്നെസ് ആണ് കേട്ടോ. വണ്ടി ഓടിച്ചുകൊണ്ട് പോകാനുള്ള സ്മൂത്ത്നെസ്.
അപ്പോൾ അതാ ഇവിടെ വെച്ചിട്ട് ഞാൻ പറയാം, നല്ലൊരു പ്ലേസൊന്നും അല്ല ഗൈസ്. ഇപ്പം എന്തൊക്കെയാണ് ഈ ഒരു വണ്ടിക്ക് അത് ചെയ്തേക്കണേന്ന് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് നേരെ പോകും. ഇപ്പം നമ്മൾ ഈ ഒരു ബ്രേക്ക് ചെയ്ത നല്ല രീതിക്ക് ബ്രേക്കിംഗ് ഇമ്പ്രൂവ്മെൻറ്റ് കൂടിയിട്ടുണ്ട്. ആ ഒരു 282 mm നിന്ന് ആ ഒരു 300 mm എന്നൊക്കെ പറയുമ്പം നല്ല രീതിയിലുള്ള ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട്. ആ ഒരു ഡിസ്കിൻ്റെ സൈസ് നല്ല രീതിക്ക് ഇൻക്രീസ് ആയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഈ ഒരു മൾഗാർഡ് നല്ല രീതിക്ക് ടയർ തട്ടുന്നൊരു പ്രശ്നം ഉണ്ടായിരുന്നു സനൽ ബ്രോയ്ക്ക്. അത് നമ്മൾ ചേഞ്ച് ചെയ്ത്, അതുപോലെ തന്നെ നമ്മളിവിടെ ക്ലാമ്പ് ചെയ്ത് മൾഗാർഡ് പെർഫെക്റ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് ടാഗ് ചെയ്തായിരുന്നു വെച്ചിരുന്നത് കേട്ടോ. ഇതൊക്കെ ടാഗ് ചെയ്ത് വെച്ചിരുന്നെങ്കിൽ അതിനെയൊക്കെ നമ്മൾ പെർഫെക്റ്റ് ആക്കി എടുത്തിട്ടുണ്ട്. ഫ്രണ്ടിൽ നിന്ന് നോക്കാൻ നേരത്തെ ആ മൾഗാർഡ് കറക്റ്റ് ലെവലായിട്ട് തന്നെ ഇരിപ്പുണ്ട്. 250 മൾഗാർഡ് എന്തുകൊണ്ടും NSന് ഭയങ്കര യോജിക്കും കേട്ടോ, നല്ല രീതിക്ക് യോജിക്കും. താഴെ ഒരു ഗാർഡ് കൂടെ വെച്ച് കൊടുത്തതിനാൽ നമ്മളെ ഈ റേഡിയേറ്ററിലോട്ട് ഭാഗത്തൊന്നും ചെളി തെറിക്കാതിരിക്കും. കണ്ട അതേ വണ്ടി, ഏതോ ഒരു വണ്ടി. അപ്പോൾ എന്തായാലും ഗൈസ് നമ്മൾ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ ഈ വണ്ടി പക്ക റീസ്റ്റോറേഷനാണ്. ഫുള്ള് ആ ഒരു സ്റ്റോക്ക് കളറിൽ, അല്ലെങ്കിൽ ആ ഒരു NS ഇറങ്ങിയ സമയത്ത് ഒരു ഐക്കോണിക് കളറായിരുന്ന ഒരു കളർ യെല്ലോ, ആ യെല്ലോയിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ബാക്കിൽ ഗോൾഡൻ സ്പ്രോക്കറ്റ്, അതുപോലെ ബാക്ക് സ്റ്റോക്ക് ടയർ, സ്റ്റോക്ക് ടൈൽസ്, അതുപോലെ തന്നെ ഡൂക്കിൻ്റെ പുതിയ ലേറ്റസ്റ്റ് ഇൻഡിക്കേറ്റേഴ്സാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ എൻജിൻ പെയിൻറ്റ് തൊട്ട് മൊത്തം റീസ്റ്റോറേഷൻ ചെയ്തെടുത്തിട്ടുണ്ട്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ ടെലസ്കോപ്പി സസ്പെൻഷനാണ് വരുന്നത്. ആ ടെലസ്കോപ്പി സസ്പെൻഷനിലാണ് കാണുന്ന ആ ഒരു ഫസ്റ്റ് NS, ആ 2012 NS എന്ന് തന്നെ പറയാം. ആ ഒരു രീതിക്കാണ് എനിക്ക് അങ്ങനെ നമ്മൾ നോക്കാത്തത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. ഇപ്പം നിങ്ങൾ ഇനി മോഡിഫിക്കേഷൻ എന്നൊക്കെ പറയുമ്പോൾ എനിക്ക് തോന്നുന്നു ഇനി ഇതൊക്കെ ആയിരിക്കും മോഡിഫിക്കേഷൻ. കാരണം റീസ്റ്റോറേഷൻ ആയിരിക്കും മോഡിഫിക്കേഷൻ ഇനിയുള്ള കാലത്ത്. കാരണം അങ്ങനെയാണ് നമ്മളെ കാലം പൊയ്ക്കൊണ്ടിരിക്കുന്നത്. കാരണം ഒരു ഇൻഡിക്കേറ്ററോ ഒരു ടെയിൽ ടൈഡിയോ വെക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് കടന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു സീറ്റും പോളി സീറ്റാണ് കേട്ടോ. അറൗണ്ട് 10,000+ വിലയുള്ള സീറ്റാണെന്നാണ് പറഞ്ഞത്. കാരണം ആ ഒരു യെല്ലോ നല്ല രീതിക്ക് മെൻഷൻ വരുന്നുണ്ട്. പിന്നെ ആ ഒരു ഹണി കോമ്പാണ് വരുന്നത്. ഹണി കോമ്പിൻ്റെ ആ ഒരു ഡിസൈനും ഡൂക്ക് സനൽ എന്നുള്ള മെൻഷനും അതൊക്കെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ വണ്ടി പവർ എന്ന് പറഞ്ഞാൽ BS3 വണ്ടിയായതുകൊണ്ട് നല്ല രീതിക്കുള്ള പവറുണ്ട്. അതുപോലെ തന്നെ അറൗണ്ട് ഞാൻ പറഞ്ഞില്ല 42 ഈ എൻജിൻ സ്കിൽസ് വെച്ച് ഓണാക്കുമ്പോൾ ആ ഒരു യെല്ലോ കളറിൽ വരുന്ന ആ ഡിസ്പ്ലേയും എല്ലാ ആ ഒരു ടാക്കോമീറ്റർ പറയാതിരിക്കാൻ വയ്യ. കാരണം ഇഷ്ടംപോലെ ഫാൻ ബേസ് ഉള്ള ഒരു മീറ്റർ കൺസോൾഡും ഈ ഒരു ലുക്കും ഈ ഒരു ഹെഡ്ലൈറ്റിനൊക്കെ ഇഷ്ടംപോലെ ഫാൻ ബേസ് ഉള്ളതാണ്. പക്ഷേ വേറൊരു കാര്യം, എൻ്റെ ഒരു കാഴ്ചപ്പാടി പറയുകയാണെങ്കിൽ എനിക്ക് എന്തായാലും അപ്ഡേഷനും ഒരു ന്യൂജൻ ടെക്നോളജിയോടാണ് എനിക്കിഷ്ടം. ഇതും എനിക്കിഷ്ടമാണ്. പക്ഷേ എന്ന് വെച്ച് ന്യൂജൻ ടെക്നോളജി അല്ലെങ്കിൽ പുതിയ മീറ്ററിൻ്റെ കൂടെ എനിക്ക് അങ്ങനെ ഇഷ്ടക്കുറലായ്മയൊന്നുമില്ല. കാര്യം എനിക്ക് എല്ലാം ഇഷ്ടമാണ്, ഇതും ഇഷ്ടമാണ് അതും ഇഷ്ടമാണ്. കാരണം ടെക്നോളജി മാറുമ്പോൾ അതിൻ്റെ ഒപ്പം നമ്മൾ മാറിയിരിക്കണം. കാരണം പുതിയ വണ്ടി ഗിയർ ഇൻഡിക്കേഷൻ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി, USB 4 എൻ്റെ പൊറ്റി ഗൈസ് ഒരു രക്ഷയില്ലാത്ത അപ്ഡേഷൻസാണ് പുതിയ വണ്ടി കൊണ്ടുവന്നിട്ടുള്ളത്. അതുകൊണ്ട് നിങ്ങൾ BS3 വണ്ടി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ മെയിൻറ്റെയിൻ ചെയ്തെടുക്കുക. അല്ലാതെ നിങ്ങൾ BS3 വണ്ടി തന്നെ വേണം എന്ന് നിങ്ങൾ നിർബന്ധം പിടിക്കേണ്ട കാര്യം. ടെക്നോളജിയും കൂടെ വേണ്ടേ, ടെക്നോളജിയുടെ കൂടെ നിങ്ങൾ പോകണം. പക്ഷേ വണ്ടി ഇത് വേറെ ലെവലാണ്. എന്ന് പറയുമ്പോൾ നമ്മൾ ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുമ്പോൾ ഈ വണ്ടിയെ താഴ്ത്തി പറഞ്ഞതല്ല, ഗിയർ ഇൻഡിക്കേഷൻ ഉണ്ടെങ്കിൽ നമുക്ക് ഗിയർ എത്ര ഗിയറിലാണ് പോകണം, അല്ലെങ്കിൽ സിറ്റി ഡ്രൈവിങ്ങിലൊക്കെ നമുക്ക് ഒരു ട്രാഫിക് ഇരിക്കുമ്പോൾ എത്രത്തെ ഗിയർ കിടക്കുന്നു, ഫസ്റ്റിലോട്ട് മാറ്റണമെങ്കിൽ ഫസ്റ്റിലോട്ട് മാറ്റാം. അങ്ങനെയൊക്കെയുള്ള ബെനിഫിറ്റാണ് നമ്മൾ ഈ ഒരു ടെക്നോളജി കൊണ്ട് ഉപയോഗിക്കുന്നത്. പക്ഷേ വണ്ടി ഇത് വേറെ ലെവൽ രീതിക്കുള്ള വണ്ടിയാണ്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ ഒരു അലോയിൽ കൊടുത്തേക്കുന്ന ഗ്രാഫിക്സ് നൈസായിട്ടുണ്ട്. ആ ഒരു യെല്ലോ കളർ ഫ്രണ്ട് കൊടുത്തിട്ടുണ്ട്. ആ തീം ആ ഒരു വണ്ടിക്ക് നല്ല രീതിക്ക് യോജിക്കുന്നുണ്ട്. അപ്പം നിങ്ങളുടെ അഭിപ്രായം ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. അതോടൊപ്പം തന്നെ എൻജിൻ പെയിൻറ്റ് നമ്മൾ ആ ഒരു സ്റ്റോക്ക് കളറിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്നുകൂടെ ഡ്രൈവ് അടിച്ച് നോക്കാം. സ്റ്റാൻഡ് എടുത്ത് നമ്മൾ ഈ ഒരു RCBയുടെ ഗ്രിപ്പാണ് നടക്കുന്നത് കേട്ടോ, ബ്ലാക്ക് ഗ്രിപ്പ്. അപ്പോൾ അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ. എത്ര പേർക്ക് ഈ ഒരു 2 പീസ് ഹാൻഡിൽ ഇഷ്ടമാണെന്ന് എനിക്കറിയില്ല. പക്ഷേ 2 പീസ് ഹാൻഡിൽ ഓടിച്ചിട്ട് ഞാൻ കുറേ നാളായിട്ടാണ്. നമ്മൾ ഈ ഷോപ്പിൽ വർക്ക് ചെയ്ത് കൊടുക്കുന്ന എല്ലാം സിംഗിൾ ബാറാണ്. സിംഗിൾ ബാർ ആകുമ്പോൾ കൂടെ ആ ഒരു അപ്രൈറ്റ് റൈഡിങ് പൊസിഷനിലോട്ട് മാറും. ഇത് നമ്മൾ ആ NS സ്റ്റോക്ക് രീതിക്ക് ഒരു NSൻ്റെ കൂടെയുള്ള ഇഷ്ടം എന്ന് പറയുന്ന രീതിക്ക് കൊണ്ടടക്കണമെങ്കിൽ നമുക്ക് ഉറപ്പായിട്ട് ഈ ഒരു ഹാൻഡിൽ പക്കയായിരിക്കും. പിന്നെ പവർ നൈസാണ് കേട്ടോ. നമ്മൾ കൈ കൊടുക്കുമ്പോൾ തന്നെ കയറി പോകുന്നുണ്ട് വണ്ടി. അപ്പോൾ നമുക്ക് വളയ്ക്കാം. നമുക്കിനി നേരെ ഷോപ്പിലോട്ട് പോകാം. സനൽ ബ്രോ പോസ്റ്റാവും. ആൾ രാവിലെ വന്നേ കേട്ടോ. വണ്ടി ചുമ്മാ തീയ. ഇനി
ഇനി സാനൽ ബ്രോയ്ക്ക് ഒരു വീഡിയോ കൂടെ ഇതിൽ കംപ്ലീറ്റ് ചെയ്യാണ്ട് കേട്ടോ. യോ ഗൈസ് പട്ടി പട്ടിക്കാടി ആക്സിഡൻ്റ് ആയ ചരിത്രം എനിക്ക് ഉള്ളതാ. അപ്പോൾ എന്തായാലും വണ്ടി വേറെ മൂടാണ് ഗൈസ്. എണ്ണ ഇച്ചിരി കുറവാണെന്നൊരു ഡൗട്ട്. അപ്പം മഴയാണ്, എല്ലാവരും ബി സേഫ് റൈഡ്. പയ്യെ പോവാം, പയ്യെ ഓട്ടിക്കുക. അപ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ഗൈസ് അപ്പോൾ വണ്ടിയുടെ പെർഫോമൻസ് നിങ്ങൾ കണ്ടല്ല, ഒരു രക്ഷയില്ല കേട്ടോ. വണ്ടി പൊളി, നൈസാണ്. ആ ഒരു റീസ്റ്റോറേഷനും ആ ഒരു ഹാൻഡ്ലിങ്ങും എല്ലാം കൊള്ളാം. ഒന്നും പറയാനില്ല. കാര്യം എൻ എസിന് നമുക്ക് എന്താണ് എടുത്ത് പറയാനുള്ളത്. എൻ എസ് ആ ടെലസ്കോപ്പ് നമുക്ക് ആ ഒരു ഫ്രീഡം. USB ഫോർക്ക് എന്ന് പറയുമ്പോൾ ആ ഒരു ഭംഗിയാണ്, പക്ഷെ പർപ്പസ് സ്റ്റോക്കാണ്. പക്ഷേ പുതിയതിൻ്റെ വെച്ച് തന്നെ കുഴപ്പമില്ല. കാരണം പുതിയതിൻ്റെ ഫോർക്ക് ഈ ഒരു അളവിലാണ് വരുന്നത്, ചെറിയ അളവാണ് പറഞ്ഞത്. പക്ഷേ ഈ ഡൊമിനാറിൻ്റെയൊക്കെ വയ്ക്കാൻ നേരത്തെ അതിൻ്റെ ഒരു വെയിറ്റ് ഉണ്ട്, ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ വരും. പക്ഷെ കാണാൻ ലുക്കായിരിക്കും. വണ്ടി ഓടിക്കാൻ സെറ്റായിരുന്നു. എന്തൊരിത് ട്രാക്കിലോട്ട് പോകാൻ വേണമല്ലേ പ്രൊട്ടക്ഷൻ. ഓക്കെ, അപ്പോൾ പഴയ ഡിസ്കും ഇതെല്ലാം എടുത്ത് ബാഗിലോട്ട് ആക്കിയോ. ആ ഗൈസ്, എൻ്റെ ഗിഫ്റ്റ് ഗൈസ്. എനിക്കൊരു NSൻ്റെ ഗ്ലാസ് ആണ് നമ്മൾ ഗിഫ്റ്റ് ചെയ്തിട്ടില്ല. പിന്നെ ഇതിൻ്റെ സ്പേസർ ഇവിടെ ഈ പഴയ സ്പേസർ എടുത്തിട്ടാ. ഓക്കെ, എനിക്കുണ്ടോ പക്ക. ഞാൻ എല്ലാം ഊരിയ സാധനങ്ങളെല്ലാം എടുത്തിട്ടാ. വേറെ ഒന്നുമില്ലല്ലോ, എല്ലാം ഓക്കെ അല്ലേ, സെറ്റ്. അപ്പം എന്തെങ്കിലും വർക്ക് ഉണ്ടെങ്കിൽ വരാം, അപ്പോൾ പവറാക്കാം. ബാഗ് ചെയിൻ്റെ സാധനം കൊടുക്കാന്ന് പറഞ്ഞു വെച്ചാൽ സാധനം കിട്ടിയില്ല. അപ്പോൾ എന്തായാലും നമുക്ക് നോക്കാം, ഇവിടെ എല്ലാം കിടക്കാനായി എടുത്തുതരാം. അപ്പോൾ കാണാം. ബൈ ബൈ. അപ്പോൾ ഗൈസ് നമ്മൾ സമയം ബ്രോ പോവുകയാണ് കേട്ടോ. വണ്ടി എല്ലാം വർക്ക് ചെയ്ത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഗൈസ് അങ്ങനെ പോയി. നമ്മൾ ഷോപ്പിൻ്റെ മൊത്തത്തിൽ കാണിച്ചില്ലല്ലോ, പറന്ന് ഈ ഗൈസ് അകത്തോട്ട് പോവാം. അങ്ങനെ വർക്ക് കഴിഞ്ഞ് പറഞ്ഞാൽ അടുത്ത NS കേട്ടോ. അടുത്ത NS നമ്മളിപ്പോൾ ഇതിൽ ചെയ്യാൻ പോകുന്നത് ചെറിയൊരു ആക്സിഡൻറ്റും കാര്യങ്ങളായിട്ട് വന്നേനു. അപ്പോൾ ഇതിൽ ചെറിയ കുറച്ച് ചേഞ്ചസ് വരുത്തണം. നമ്മൾ എന്താണെന്ന് വെച്ചാൽ ചെറിയൊരു ആക്സിഡൻറ്റ് പറ്റിയ സമയത്ത് ഇതിൻ്റെ ഫ്രണ്ട് സസ്പെൻഷൻ ഒന്ന് ബെൻഡ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ കസ്റ്റമർ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു ഫുൾ സെറ്റ് മാറ്റിയിട്ട് USB ഫോർക്ക് സെറ്റ് ചെയ്യാൻ വേണം കേട്ടോ. അപ്പോൾ ഇതിന് വേണ്ടിയുള്ള പരിപാടിയാണ്. അപ്പോൾ എന്തായാലും മച്ചാൻ വരെ നമ്മൾ ഷോപ്പിനെ പറ്റി അധികം അങ്ങോട്ടൊന്നും പരിചയപ്പെടുത്തി തന്നിട്ടില്ല. അപ്പോൾ ഇത് നമ്മളൊരു V3 ഇതേപോലെ ആക്സിഡൻറ്റ് വർക്കായിട്ട് വന്നിരിക്കുന്നത് ഡൊമിനാറോ. അതുപോലെ തന്നെ നമ്മൾ ഈ ഒരു സെക്ഷനിലോട്ടാണ് ഇതിലൂടെ വീഡിയോ ഇപ്പോൾ ഓൺ ടൈം വരും കേട്ടോ. അപ്പോൾ അതിൽ കയറി ഓക്കെ. അപ്പോൾ ഇവിടെയാണ് നമ്മളെ സ്പെയർ സെക്ഷനും കാര്യങ്ങളൊക്കെ വരുന്നത്. സ്പെയർ സെറ്റാണ് ഇവിടെ ഫുള്ള്. പിന്നെ നമ്മളിവിടെ കാര്യങ്ങളൊക്കെ വരുന്നത്. ഇത് കുക്കു പീസ് കുക്കു ആണ്. അപ്പോൾ ഗൈസ് അവിടെ ഇവിടെ കുറച്ച് പ്രൊഡക്ട്സ് ഉണ്ട്. നമ്മൾ ഏറ്റവും കൂടുതൽ വർക്കാണ് ചെയ്യുന്നത് കേട്ടോ. നമ്മൾ പ്രൊഡക്റ്റ് സെയിലിംഗും ഉണ്ട്. ഡൂക്ക് 390 ഹെഡ്ലൈറ്റ്, NSൻ്റെ ഹെഡ്ലൈറ്റ്, അങ്ങനെയുള്ള സെക്ഷനും. പിന്നെ കൂടുതലും നമുക്ക് ഡൂക്കിൻ്റെ കോപ്പി ഇൻഡിക്കേറ്റേഴ്സ്, അങ്ങനെ അക്സസറീസ് കുറവാണ്. സ്പെയർ എന്ന് പറയുമ്പോൾ ഡൂക്കിൻ്റെ മിററൊക്കെ അത്യാവശ്യം വേണ്ട സാധനങ്ങൾ. ഇപ്പോൾ ആ ഫ്ലാഷറൊക്കെ ആയാലും ഇപ്പോൾ നമ്മളെ ഈ അപ്രിലയുടെ മൾഗാർഡ്സ്, കോപ്പി മൾഗാർഡ്സ്, ഹാൻഡിൽ സ്പ്ലെൻഡറിനൊക്കെ, ഇതൊക്കെ നമുക്കിവിടെ വർക്കിന് വരുന്ന വണ്ടികൾക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ആ വണ്ടിക്കുള്ള ഈ ടീ സ്റ്റമ്പ് നമ്മൾ എങ്ങനെയാണ് NSന് യൂസ് ചെയ്യണമെന്ന് പറഞ്ഞാൽ കറക്റ്റ് NSന് ഡയറക്റ്റ് ഫിറ്റ് ആവുന്ന രീതിയിൽ കൺവേർട്ട് ചെയ്തിട്ടുള്ള ടീ സ്റ്റമ്പ് കേട്ടോ. ഇത് നമ്മൾ കൊണ്ട് കൊടുക്കാൻ പോവാണ്. അപ്പോൾ ഇതിൻ്റെ അപ്പർ പ്ലേറ്റും കാര്യങ്ങളും എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി ഇത് ഫിറ്റ് ചെയ്താൽ മതി. എന്താടാ ഇല്ല ടീ സ്റ്റമ്പ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ വേറൊരു പ്രൊജക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഒരു N220 USB ഫോർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഈ ഒരു NSനെ പറ്റി പറയാനാണെങ്കിൽ ഒരു പ്രത്യേക ഒരു വീഡിയോ ചെയ്യണം. എൻ്റെ വണ്ടിയെ പറ്റി ഒരു പ്രത്യേകിച്ച് സിംഗിൾ വീഡിയോ വരുന്നുണ്ട്. ഇത് എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയെന്നും കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തിട്ട് വീഡിയോ ഉറപ്പായിട്ടും വരും. പിന്നെ നമുക്ക് അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ വേറൊരു വണ്ടി കാണിച്ചിടാം. നമുക്കിപ്പോൾ നമ്മളാ 180 അവസ്ഥ. ഇപ്പോൾ ഇതാണ് നമ്മൾ ആ 180 അപ്ഡേഷൻ. 180 ഫുള്ളായിട്ട് ചേഞ്ച്, ഫുള്ള് ഡൂക്കിൻ്റെ സെറ്റപ്പിലാക്കി വെച്ചേക്കണം. മൊത്തം ബാക്ക് സിംഗിൾ സസ്പെൻഷൻ ആക്കിയിട്ടുണ്ട്. സിംഗിൾ സസ്പെൻഷൻ ഡൂക്കിൻ്റെയാണ് വരുന്നത്. അതുപോലെ തന്നെ ബാക്ക് ടയറൊക്കെ അപ്പ് സൈസാണ്. അറൗണ്ട് 180 സൈസ് ടയറാണ് വരുന്നത്. ഫ്രണ്ടിൽ 120 സൈസ് ടയറാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു വണ്ടീനെ പറ്റി മാത്രം പറയാനുള്ളൊരു വീഡിയോ ഉണ്ട്. അപ്പോൾ നോക്കിയാൽ വണ്ടീൻ്റെ ലുക്ക് കണ്ടോ, ഒരു രക്ഷയില്ലാത്തൊരു ഓൺ മോഡാണ് കേട്ടോ. വണ്ടി മൊത്തം മാറ്റിയിട്ടുണ്ട്. വലിയ സെറ്റല്ലേ. സൈഡിൽ നിന്നൊക്കെ സൈഡിൽ നിന്ന് നോക്കാന്ന് പറഞ്ഞാൽ എൻ്റെ മോനെ ഒരു രക്ഷയില്ലാത്ത ലുക്കാണ് വണ്ടിക്കകത്ത് നിന്ന് വരുന്നത്. ഈ ബാക്ക് നമ്മൾ ഈ കട്ട് ചെയ്തും കൂടെ വെച്ചതുകൊണ്ട് നോക്കി
ബീസ്റ്റ് ഓക്കെ ഗൈസ്. അപ്പോൾ എന്തായാലും വണ്ടിയെ പറ്റി ഞാൻ ഓൺ ദ വേ ഞാൻ ഒരു അപ്ഡേഷൻസും കാര്യങ്ങളൊക്കെ തരുന്നു. അപ്പോൾ നേരെ നമുക്കിപ്പോൾ ഇങ്ങോട്ട് ഷോപ്പിലോട്ട് പോകാം. ഷോപ്പ് നമ്മളെ പഴയ ഷോപ്പിനെ വെച്ച് നോക്കുന്നത്. ഞാൻ പഴയ ഷോപ്പിനെ പറ്റി ഞാൻ അധികം അങ്ങനെ വീഡിയോസൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ അത് വെച്ച് നോക്കാൻ അതൊരു രക്ഷയില്ലാത്ത സ്പേസും കാര്യങ്ങളൊക്കെ വരുന്നൊരു ഷോപ്പാണ്. അപ്പോൾ എന്തായാലും ഞാൻ തുടർന്ന് അങ്ങോട്ട് എന്തായാലും ഷോപ്പിനെ പറ്റി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. ഗൈസ് ഇതൊക്കെയാണ് വിശേഷം. അപ്പോൾ എന്തായാലും നമ്മളിപ്പോൾ ഓൺ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ NS ഒരു USB 4 വർക്കും കാര്യങ്ങളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം അവിടെയൊക്കെ ചേർത്ത് ഞാൻ ഉടനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ എന്തായാലും മച്ചാൻ മച്ചാൻ വന്നു വണ്ടി 320mm ഡിസ്കൊക്കെ ആക്കി കൊടുത്ത്. പിന്നെ എന്തായാലും വണ്ടി നൈസ് കേട്ടോ. ആ വണ്ടി കൊള്ളാം. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള വണ്ടിയായിട്ട് നല്ല രസമുണ്ട് ഓട്ടിക്കാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ എന്തായാലും വെച്ചാൽ ഈ ഒരു വീഡിയോ ഇതുവരെയുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ട് കരുതുന്നു. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പഠിച്ചിട്ട്